ഇവിടെ ഉണ്ടായ ക്രാക്കിനെ സംബന്ധിച്ച്. അതിപ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ ഒരു വീട് പണിതാൽ ആ വീട്ടിൽ സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളല്ല ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 7-ാം നമ്പർ വീട് സാധാരണ ഭാരം കുറയണമെങ്കിൽ 3 അടി താഴ്ചയിലേക്ക്, കൂടിയാൽ ഒരു 1.5 മീറ്റർ അടിയിലേക്ക് ഭാരം കോരി അപകടകരമായ സ്ഥലത്ത് വരെ അവിടെ തറകെട്ടുകയാണ് പതിവ്. ഇവിടെ നമ്മുടെ തേയില ചെടികൾ ഉള്ളത് പിഴുതെടുത്ത് കളഞ്ഞൊരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് 10 മീറ്റർ വരെ ആവശ്യമായി വന്നാൽ താഴത്തേക്ക് 10 അടി വരെ, ക്ഷമിക്കണം 3-4 മീറ്റർ അല്ലെ, 10 അടി വരെ താഴത്തേക്ക് കുഴിയെടുത്ത് അതിൽ ബീം കെട്ടി 9 കോൺക്രീറ്റ് ഭിത്തികളും 45 സെന്റിമീറ്റർ കനത്തിൽ ഒരു പ്ലിന്ത് ബീമും റൂഫ് ബീമും ഓരോ വീടിനും വെച്ചാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 58 ഘട്ട ഗുണനിലവാര പരിശോധന കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ മെറ്റീരിയലും പുറത്തിറക്കുന്നത്. അത് കിഫ്കോണും അതുപോലെ തന്നെ യൂരാളുങ്കലും സർക്കാരുമായിട്ടുണ്ടാക്കിയ ഒരു ത്രികക്ഷി കരാറിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അത് തുടർച്ചയായി നമ്മൾ പിന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ഷ്രിങ്ക് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗമായി നടത്തും. ഇത് സാങ്കേതിക പദമാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ വീട്ടിൽ 24 മണിക്കൂർ വീണ്ടും വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള ലീക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചാലും അവസാനിപ്പിക്കില്ല. എല്ലാ വീടുകളിലും ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കുള്ളൂ. വീട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഊരാളുങ്ങൾ തയ്യാറാക്കിയാൽ എല്ലാവിധ സാങ്കേതിക പരിശോധന നടത്താൻ പറ്റുന്ന കിഫ്കോണിന്റെ ടീം സംയുക്ത പരിശോധന നടത്തും. ഊരാളുങ്കരും കിഫ്കോണുമായി സംയുക്ത പരിശോധന നടത്തും. എന്നിട്ടും തീർന്നില്ല. ആ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ആരാണോ വീടിന്റെ ഉടമസ്ഥൻ, ആ വീടിന്റെ ഉടമസ്ഥനും ഊരാളുങ്കലും കിഫ്കോണും കൂടി വീണ്ടും സംയുക്ത പരിശോധന നടത്തും. ഈ 3 പരിശോധനകൾ, ഒന്ന് ഊരാളുങ്കൽ നേരിട്ട് നടത്തുന്നത്, പിന്നെ ഒന്ന് ഊരാളുങ്കലും കിഫ്കോണും കൂടി നടത്തുന്നത്, 3 ഊരാളുങ്കലും കിഫ്കോണും ആരാണോ വീടിന്റെ ഉടമസ്ഥൻ. ഇപ്പൊ 33-ാം നമ്പർ വീട്ടുകാരൻ ഒരു സംശയം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെയും ബന്ധപ്പെട്ടവരോട് പരിശോധിക്കാൻ പറയും. 3 പേരും സംയുക്തമായി നടത്തിയതിനു ശേഷമാണ് വീട് കൈമാറുക. വീട് കൈമാറിക്കഴിഞ്ഞാൽ അപ്പോഴും ലൈബിലിറ്റി തീരില്ല. വീട് കൈമാറിക്കഴിഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായാൽ സർക്കാരാണോ സമാധാനം പറയേണ്ടത്? അല്ല. പക്ഷെ ആരും സമാധാനം പറയാനുണ്ടോ? ഉണ്ട്. 5 വർഷത്തേക്ക് സിവിൽ വർക്കുകൾക്ക് ഒരു ഡിഫക്റ്റ് ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് കൈമാറിക്കഴിഞ്ഞാലും 3 പരിശോധന നടത്തി ഇത് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് നിർമ്മാണത്തിലുണ്ടെങ്കിൽ ഊരാളുങ്കൽ കമ്പനി നിർബന്ധമായും ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്യൂർ ചെയ്തില്ലെങ്കിലോ, ക്യൂർ ചെയ്യും വരെ ഒരു നിശ്ചിതമായ സംഖ്യ, എനിക്ക് തോന്നുന്നത് 2.5% സംഖ്യ ഓരോ വീടിന്റെ പേരിലും ഉള്ളത് സർക്കാർ പിടിച്ചു വയ്ക്കും. 5 കൊല്ലം കഴിഞ്ഞ് ആരുടെയും പരാതി അവരുടെ വീടുകളിൽ ഇല്ലെങ്കിൽ ആ വീടുകളുടെ സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ള ഊരാളുങ്കലിന്റെ പണം നമ്മൾ റിലീസ് ചെയ്യും. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്.